ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ബൺ മസ്കാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ വൈഫുമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ബൺ മസ്ക ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ബൺ മസ്കാണ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സ്ട്രോബെറി വെച്ചൊരു ബൺ മസ്ക ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും സ്ഥലത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് സ്ട്രോബെറി ബൺ മസ്ക ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സ്ട്രോബെറി നമുക്ക് കുഞ്ഞു എന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് സ്ട്രോബെറി മസ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ട്രോബെറി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ അതിനകത്ത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണ് മുറിച്ച് അതിനകത്ത് തേച്ച് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ബൺ മസ്ക ഇതാണ്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കി. എല്ലാവരും ബൺ മസ്കയും ഇറാനി ചായയാണ്. ഞാൻ പാൽ കുടിക്കാത്തതുകൊണ്ട് കട്ടൻ കാപ്പി, നാടൻ കട്ടൻ കാപ്പിയും ബൺ മസ്കയും എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാം. സൂപ്പറാട്ടോ. ആ സ്ട്രോബെറിയിൽ ഒരു ചെറിയ പുളിയുണ്ട്, എന്നാലും എല്ലാം കൂടി ഒരുമിച്ച് നല്ല ടേസ്റ്റാണ് വരുന്നത്. എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇതിന് വെറൈറ്റി ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ ബൈ.